LDF കൺവീനർ EP ജയരാജൻ ഇന്ന് ദില്ലിയിൽ ഈ സമരങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി ജിൽബി സംസാരിച്ചിരുന്നു EP ജയരാജനുമായി ഈ സമരത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, അതിൻ്റെ സംഘാടനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ട്. നമുക്കപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഏതായാലും ദില്ലിയിൽ വെച്ച് EP ജയരാജൻ കൈരളി ന്യൂസിനോട് ഗുഡ് മോർണിംഗ് കേരളത്തിനായി സംസാരിച്ചപ്പോൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അതിവേഗത്തിൽ വികസിച്ച് വളർന്നു വരുന്ന ഒരു സംസ്ഥാനമാണ്. അതിദരിദ്രരില്ലാത്ത ഒരു കേരളം രൂപപ്പെട്ടു വരികയാണ്. ഇപ്പോൾ തന്നെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഒരു 0.7% മാത്രമേ അതിദരിദ്രർ ഇപ്പോൾ കേരളത്തിലുള്ളൂ. ഭവനരഹിതരില്ലാത്തൊരു കേരളം, അതാണ് ഇടതുപക്ഷ മുന്നണിയുടെ ലക്ഷ്യം. അതിനുള്ള ബൃഹത്തായ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിച്ചു വരികയാണ്. ഞങ്ങളുടെ ലക്ഷ്യം തൊഴിൽ രഹിതരില്ലാത്തൊരു കേരളമാണ്. അപ്പോൾ അങ്ങനെ ഒരു കേരളം കെട്ടിപ്പടുക്കണം. നമ്മുടെ കേരളത്തിലെ മൺമറഞ്ഞു പോയ ഒട്ടനവധി നേതാക്കളുണ്ട്. അവരുടെ എല്ലാം ജീവിത കാലഘട്ടത്തിൽ അവരാഗ്രഹിച്ചതാണ് ഒരു സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സുഖ സമൃദ്ധ കേരളം. അവർ അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യം നിർവഹിച്ചു. പക്ഷേ അത് വലിയ തോതിൽ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ആ ലക്ഷ്യം നിർവഹിക്കേണ്ടത് പിൻതലമുറക്കാരാണ്, പിന്നീട് അധികാരത്തിൽ വരുന്നവരാണ്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ആ ദൗത്യമാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പുതിയ കേരളം, ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടുകളും പരസ്പര വിദ്വേഷവും ശത്രുതയും ഒന്നുമില്ലാത്ത, ജനങ്ങൾക്ക് ആരോഗ്യവും വിദ്യാഭ്യാസവും നൽകുന്ന, എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കണമെന്നുള്ളത്. ആ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഫലമായി കേരളം വളരുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ ജനപിന്തുണ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിന് വലിയ ബഹുജന പിന്തുണയാണ്. ഇത് മറ്റ് വലതുപക്ഷ പാർട്ടികളെ വല്ലാത്ത തരത്തിൽ ഉത്കണ്ഠപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ ഈ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനെ തടസ്സപ്പെടുത്താൻ അവർ കണ്ടുപിടിച്ച മാർഗം സാമ്പത്തിക രംഗത്ത് ഒരു സ്തംഭനാവസ്ഥ സൃഷ്ടിച്ച് സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തി പല ന്യായങ്ങളും പറഞ്ഞ് സാമ്പത്തിക സഹായം തരാതെ കേരളത്തിൻ്റെ വികസനത്തെ ആകെ മുരടിപ്പിച്ചാൽ, പിന്നോട്ടടിപ്പിച്ചാൽ, പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ജനപിന്തുണ കുറയുമെന്നുള്ളതാണ് അവർ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്, BJP അവരോടൊപ്പം ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാടിനെതിരായിട്ടുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ 8-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന സമരം. ഈ സമരം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കണ്ണു തുറപ്പിക്കാൻ കഴിയണം. ഇതിപ്പോൾ കേരളത്തിൻ്റെ മാത്രം ഒരാവശ്യമല്ല, ഇന്ത്യയുടെ ആകെ ആവശ്യമായി വന്നിരിക്കുകയാണ്. BJP ഇതര ഗവൺമെൻറ്റുകളെല്ലാം ഇതേ നിലയിൽ മുന്നോട്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ച പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ 8-ാം തീയതി ആണെങ്കിൽ ഒരു ദിവസം മുന്നേ അവർ കയറി ഒരു സമരം പ്രഖ്യാപിച്ച് സമരം നടത്തുന്നത്. അപ്പോൾ ആ സന്ദേശം ഇന്ത്യൻ ജനതയിൽ ഏശിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ജനങ്ങളും ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ വഷളാക്കും. ഇത് ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കും. ആ ഒരു നിലയിലേക്കാണ് രാജ്യം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഫെഡറൽ സംവിധാനങ്ങളുടെ സംരക്ഷണങ്ങൾക്കും ജനങ്ങൾക്ക് നീതിയും സംരക്ഷണവും ലഭിക്കാനുമുള്ള ഒരു സന്ദേശത്തിൻ്റെ മുദ്രാവാക്യമാണ് ഈ സമരമുഖത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു നാടിൻ്റെ ജനതയോട് താല്പര്യമുണ്ടെങ്കിൽ, ഒരു ജനതയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സമരം വേണ്ടി വരും. കർണാടകത്തിൽ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇവിടെ വന്ന് സമരം നടത്തിയാലേ പറ്റൂ എന്നുള്ള നിലയിലേക്ക് അവിടുത്തെ കർണാടകത്തിലെ കോൺഗ്രസ് പാർട്ടി എത്തി. ആ ചിന്ത പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു, തകർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള കേരളത്തിലെ ബഹുജനങ്ങളാണ് ചിന്തിക്കേണ്ടത്.
ഈ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വം കാണിക്കുന്ന തെറ്റായ നടപടികൾക്കെതിരായി പ്രതികരിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നൊന്നും വസ്തുതാപരമായിട്ടുള്ളതല്ല. കേന്ദ്ര ഗവൺമെൻറ്റാണെന്നുള്ളതിൻ്റെ നിലയിൽ ഉയർന്ന നിലവാരം പാലിക്കണം. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുള്ളതല്ല, വസ്തുതകൾ മറച്ചു പിടിക്കാൻ പാടുള്ളതല്ല. കേരള ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നികുതിയുടെ മുഴുവൻ വരുമാനവും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് പിരിച്ചെടുക്കുന്നത്. അങ്ങനെ പിരിച്ചെടുക്കുന്ന നികുതിയിൽ 1 രൂപ നികുതി പിരിക്കുമ്പോൾ 25 പൈസയാണ് കേരളത്തിന് കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിഹിതം കൊടുക്കുന്ന കേരളത്തിനാണ്. ഉത്തർപ്രദേശിൽ കൊടുക്കുന്ന 1 രൂപ 56 പൈസയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഈ വികസന കാര്യങ്ങളോട് തികഞ്ഞ അലംഭാവവും ഒരു നിഷേധാത്മകമായ നിലപാടുമാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് കടമില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് 145 ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കടക്കാരാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ പ്രവൃത്തി നടത്തുന്നത് 12.5 ലക്ഷം കോടി രൂപ കടം മേടിച്ചിട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ കടബാധ്യതയുള്ള സംസ്ഥാനം കേരളമാണ്. കേരളം ശരാശരി ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാളും എത്രയോ താഴെയാണ്, പിന്നിലാണ്. അപ്പോൾ ശരാശരിയുടെ അടുത്ത് പോലും കടം ബാധ്യതയുള്ളതല്ല. കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത് വളരെ ചെറിയ, ഏറ്റവും ചുരുങ്ങിയ കടമാണ്. ആ കടമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടിയാണ്. ആ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലൂടെ നമുക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം, ആ വരുമാനമുണ്ടാക്കണം. ആ വരുമാനത്തിലൂടെ നമുക്ക് തിരിച്ചുവരവുണ്ടാകും. ആ തിരിച്ചുവരവ് നമ്മുടെ കടം വീട്ടാൻ കഴിയും. അങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായ പഠനം നടത്തി, ശാസ്ത്രീയമായ നിരീക്ഷണം നടത്തി, വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള വികസന പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതെല്ലാമാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശരിയായ നിരീക്ഷണം. അതെല്ലാമാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി, സാമ്പത്തിക രംഗത്ത് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരായിട്ട് കോടതിയെ സമീപിച്ചപ്പോൾ ആ കോടതിയെ യഥാർത്ഥത്തിൽ വസ്തുതാപരമായി ധരിപ്പിക്കാനല്ല BJP ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കണക്ക് തന്നിട്ടില്ല. ഇതെന്താ, ഏതെങ്കിലും ചായക്കടയാണോ വരവ് ചെലവ് കൊടുത്തിട്ട് പണം വാങ്ങാൻ? ഇത് 2 ഗവൺമെൻറ്റുകളാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റുകളെന്നുള്ള നിലയിൽ ചില നടപടികളും രീതികളുമുണ്ട്. അതിനനുസരിച്ച് ആ കാര്യം പോകേണ്ടത്. ഇവിടെ കേരളത്തിന് റവന്യൂ നഷ്ടം കൊടുക്കാൻ 8,400 കോടി കൊടുക്കണം. അതുപോലെ തന്നെ നികുതി വരുമാനം ഏതാണ്ട് 18,000 കോടി രൂപയാണ് ഈ വർഷം 22-നേക്കാളും കുറവ് വരുത്തിയിരിക്കുന്നത്. അതിനവർ പറയുന്നത് കേരളം കുറേ കൂടി ഉയർന്നു വന്നിരിക്കുന്നു സാമ്പത്തികമായി എന്ന ന്യായമാണ് പറയുന്നത്. കേരളത്തിൻ്റെ ഫലപ്രദമായ മാനേജ്മെൻറ്റ്, വിഭവ സമാഹരണം നടത്തി കേരളത്തെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിന് പുരോഗതിയുണ്ട്. ആ പുരോഗതിയെ കൈചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിഷേധിക്കുന്നത്. ഇത് തെറ്റായൊരു നിലപാടാണ്. ആ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് പുനഃപരിശോധിക്കണം, തിരുത്തണം. ഈ നിലപാട് തുടരരുത്. ഇതൊരു ജനവിരുദ്ധ നയമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിഷേധാത്മകമായ നിലപാടാണ്. 950 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കായി അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനങ്ങളും സമത്വവും തുല്യതയും ഒക്കെ സോഷ്യലിസവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാനങ്ങൾ ശക്തമായാലേ കേന്ദ്രത്തിനും ശക്തമായി നിൽക്കാൻ പറ്റൂ. ഇതെല്ലാ അധികാരങ്ങളും വരുമാനങ്ങളും കേന്ദ്രം പിടിച്ചടക്കുക.